എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഏത്തപ്പഴം ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏത്തപ്പഴം ഹൽവയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൽവ ഉണ്ടാക്കുന്ന രീതി ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാകും. ആദ്യം തന്നെ ഒരു 300 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. നല്ലവണ്ണം പഴുത്ത ഇടത്തരം വലിപ്പമുള്ള 15 ഏത്തപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ അകത്തെ ഈ കറുത്ത ഭാഗം മാറ്റിക്കളയുന്നുണ്ട്. മുഴുവൻ പഴത്തിൻ്റെയും അകത്തെ കറുത്ത ഭാഗം ഇവിടെ മാറ്റി എടുത്തു വച്ചിട്ടുണ്ട്. അതിനുശേഷം ഏത്തപ്പഴമെല്ലാം ഇവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ മുഴുവൻ തേങ്ങാപ്പാലും ഇതിനുവേണ്ടി എടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ ശരിയാകും. ഏറ്റവും കുറച്ച് വെള്ളത്തിൽ വേണം തേങ്ങാപ്പാൽ എടുക്കാൻ. 1-ാം പാലും 2-ാം പാലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഉരുളിയിലാണ് ഞാനിവിടെ ഹൽവ ഉണ്ടാക്കുന്നത്. എപ്പോഴും ചൂടുകട്ടിയുള്ള പാത്രം വേണം ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കാൻ. ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഏത്തപ്പഴം തേങ്ങാപ്പാലിൽ കിടന്ന് വേകുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കൂട്ട് തിളയ്ക്കുന്നത് വരെ ഏറ്റവും കൂടിയ തീയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ കുറച്ചിടണം. ഇവിടെ ഇപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്ത 2-ാം പാൽ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ദേഹത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് ഉരുളിയുടെ അടിയിൽ ഈ കൂട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൈ ഇളക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തതായി ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് വെള്ളം ചേർത്താണ് ഈ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാൽ പെട്ടെന്ന് വറ്റി വരും. നിങ്ങൾ ഇതുപോലെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കാൻ കുറേ സമയം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരും. രണ്ടാമതൊഴിച്ച 1-ാം പാലും ഇവിടെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിൻ്റെയും ശർക്കരയുടെയും ഒക്കെ മധുരം നോക്കിയിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് മധുരമുള്ള ഏത്തപ്പഴമാണെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ നല്ല മധുരമുള്ള നാടൻ ഏത്തപ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 300 ഗ്രാം ശർക്കര മാത്രമേ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ കൂട്ടിലേക്ക് 1-2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരും. അത് അവസാനമായിട്ടാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ ഊറി വരുന്നത് കൊണ്ട് വളരെ കുറച്ച് നെയ്യ് മാത്രം ചേർത്താൽ മതി. കുറച്ച് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, മധുരം കുറഞ്ഞു പോയെങ്കിൽ ചേർക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ആവശ്യത്തിന് മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ മധുരം കുറവാണെങ്കിൽ അവസാനം കുറച്ച് പഞ്ചസാര ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടി വരും. ഹൽവ ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഹൽവ റെഡിയായിട്ട് വരും. ഈ ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും ഏത്തപ്പഴമൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് ഹൽവ ഉരുളിയിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര കൂടുതൽ സമയം ഇളക്കുന്നോ അത്രയും കട്ടിയായിട്ട് ഹൽവ ഉണ്ടായി വരും. ഒരു 5-6 ഏത്തപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4-5 പേർക്കുള്ള ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഹൽവ ഉണ്ടാക്കുകയാണെങ്കിൽ കടയിൽ മേടിക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം.
എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് ഈ ഹൽവ ഇട്ട് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോഴേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരും. അതിനുശേഷം ഇത് മുറിച്ചെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പീസും ടിപ്സ് വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ നല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.